അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഇന്ന് 8-ാം ദിവസത്തെ പാരായണം ആരംഭിക്കുകയാണ്. ലക്ഷ്മണകുമാരൻ ഗുഹന് കൊടുക്കുന്ന ഉപദേശം തുടരുകയാണ്. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ഈ ഭാഗത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തിയെടുക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ ലക്ഷ്മണൻ ഗുഹനോട് പറയുന്നുണ്ട്. നമുക്കത് ശ്രദ്ധയോടെ വായിക്കാം. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരുമുൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധി വൃഥാ തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിതിനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ ലോകം നിജകർമ്മസൂത്രബന്ധം സഖേ. ഭോഗങ്ങളും നിജകർമാനുസാരികൾ മിത്രാര്യുദാസീന ബാന്ധവദ്വേഷ മധ്യസ്ഥ സുഹൃജ്ജന ഭേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജകർമ്മവശാഗതമൊക്കെയെന്നുൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ യദ്യദ്യതാഗതം തത്ര കാലാന്തരേ തത്തദ്ഭുജിച്ചതിസ്വസ്ഥനായി വാഴണം. എപ്പോഴും സുഖത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും തന്നെയുള്ള ആവലാതികൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതില്ല. അത് രണ്ടും വരുമ്പോൾ സമചിത്തതയോടെ അനുഭവിക്കുക. അതേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇന്ന് സുഖമായതുകൊണ്ട് നാളെ സുഖം തന്നെ ആവണമെന്നില്ലല്ലോ. ഇന്ന് ദുഃഖമായതുകൊണ്ട് നാളെ സുഖം വരണമെന്നില്ല. ഇത് രണ്ടും ആപേക്ഷികമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതാണ് യുക്തിഭദ്രം എന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദപ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ശ്രദ്ധിച്ചു കേൾക്കുക. സുഖദുഃഖങ്ങളിൽ മാറ്റം വരുത്താൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ല. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല. ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിലിത്രയുമല്ലെടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവനുമുണ്ടു ജലഭംഗമെന്ന പോലെ സഖേ. ജലവും ചളിയും പോലെ പരസ്പരം ബന്ധിതമാണ് സുഖദുഃഖങ്ങൾ. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നിന് നിലനിൽപ്പുള്ളൂ. സുഖമുണ്ടെങ്കിലേ ദുഃഖത്തിന് നിലനിൽപ്പുള്ളൂ. ദുഃഖമുണ്ടെങ്കിലേ സുഖത്തിനും നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഇവയെക്കുറിച്ച് ഓർത്തുള്ള അഭിമാനം, ദേഹാഭിമാനം പൂർണ്ണമായും ഉപേക്ഷിക്കാനാണ് ഗുഹനോട് ലക്ഷ്മണകുമാരൻ പറയുന്നത്. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുവുന്നു ബുധജനം.
ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനൽ. ഇതിൽ പരം ഉപദേശം എന്താണ് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്? ഇതിഹാസ പുരാണങ്ങൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടുന്നത് തന്നെയാണെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പിക്കും മനസ്സിൽ. എന്തുകൊണ്ടാണ്? കേൾക്കൂ ഇത്. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. നമുക്ക് പ്രിയങ്ങളായതും അപ്രിയങ്ങളായതും സംഭവിക്കുമ്പോൾ അതുപോലെ മനസ്സിന് ഇളക്കം വരാതെ രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കുക. അങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത് എന്നാണ് രാമായണം പറയുന്നത്. മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ സ്വാമിന്നിയം ദ്രോണികാസമാരുഹ്യതം സൗമിത്രിണാ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതുമടിയൻ തന്നെ മന്നവവീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കുകേട്ടം നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും മംഗലാപാങ്കിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തുകൂടാതെ ദാക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഗംഗയെ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ് സീതാദേവി. ഇനി വലിയ യാത്രയാണ്, കാട്ടിലേക്കൂടിയുള്ള യാത്ര, ഘോരമായ കാട്ടിലൂടെയുള്ള യാത്ര. ആ യാത്ര പൂർത്തിയാക്കുന്നതിനുള്ള ശക്തി അങ്ങ് തരയണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഗംഗ എന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതത്തിൻ്റെ ആത്മീയതയുടെ ഒഴുക്കാണ്. അവിടെയാണ് സീതാദേവി പ്രാർത്ഥിച്ചു നിൽക്കുന്നത്. ഇനി ഭരദ്വാജ ആശ്രമത്തിലേക്കുള്ള പ്രവേശമാണ്. കാട്ടിലൂടെയുള്ള യാത്രയ്ക്കിടയിൽ ഒട്ടനവധി ഋഷിമാരെ രാമലക്ഷ്മന്മാരും സീതാദേവിയും കണ്ടുമുട്ടുന്നുണ്ട്. അത് ജ്ഞാനവുമായുള്ള സംഘമാണ്. ലൗകികതയിൽ നിൽക്കുന്ന നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും ജ്ഞാനവുമായുള്ള സംസർഗം മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ഓരോ മുനിമാരുടെ സമീപത്ത് ചെല്ലുമ്പോഴും അപാരമായ ജ്ഞാനവുമായിട്ടാണ് മൂവരും യാത്ര പിന്നീട് തുടരുന്നത്. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വൈദേഹി തന്നോടുകൂടെ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാദപമൂലേ ദലാഢ്യതൽപസ്ഥലേ. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തൻ ആശ്രമപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിതൊരുവടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനൻ നന്ദനനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും കൂടെ വന്നു പാർത്തിരിക്കുന്നി ഉടജാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോടു ചൊല്ലിയിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല
പാർത്തിരുന്നീടുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്തം സമുത്ഥായ ഹസ്തേ സമാദായ സാർഖ്യപാദ്യാദിയും ഗത്വാ രഘൂത്തമസന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ. ഭാര്യാനുജാന്വിതം ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനന്ദം എന്നരുളി ചെയ്തു. പാദരജസാ പവിത്രമാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമം. ഇത്തമുക്തോടജമാനീയ സീതയാ സത്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു. നിന്നോടു സംഗമം ഉണ്ടാക കാരണമിന്നു വന്നു തപസ്സാഫല്യമുക്കവേ ജ്ഞാതം മയാ തവോദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമന് മുനിയുമായുള്ള ഈയൊരു അഭിമുഖം ഏറെ ഗുണപ്രദമായി എന്നതുപോലെ മുനിയും രാമനെ പാർത്ത് കിടക്കുകയാണ്. എത്രയോ കാലങ്ങളായി രാമനെ മനസ്സിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കാത്തു നിൽക്കുന്ന മുനിയെ സംബന്ധിച്ചിടത്തോളം ഈ സജ്ജന സംഘം ഏറ്റവും ഫലപ്രദമാണ്. തൻ്റെ ജീവിതത്തെ 10 മടങ്ങ് അർത്ഥവത്താക്കാൻ രാമനുമായുള്ള ഈ കണ്ടുമുട്ടലിടയാക്കുമെന്ന് ഭരദ്വാജ മുനി ഉറച്ചു വിശ്വസിക്കുകയാണ്. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ നിന്ന് രാമലക്ഷ്മണന്മാർ നേരെ ചെല്ലുന്നത് വാൽമീകിയുടെ ആശ്രമത്തിലേക്കാണ്. ഉദ്ധാനവും ചെയ്തു ശശി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളിന്ദി നദിയേയുമിത്തീര്യ താപസാധിഷ്ഠമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം. മനോഹരമാണ് വാൽമീകിയുടെ ആശ്രമം. ഒരുപക്ഷേ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിലുപരിയായിട്ട് മനോഹരമായ പരിസ്ഥിതി കൊണ്ട് അലങ്കൃതമാണ് വാൽമീകിയുടെ ആശ്രമം. ആധുനിക കാലഘട്ടത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. രാമായണത്തിലെ എല്ലാ കാണ്ഡങ്ങൾക്കും ഉപരിയായി ഒരു പരിസ്ഥിതി കാണ്ഡം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് കൂടുതലായും കാണുന്നത് രാമൻ്റെ വനവാസ കാലത്താണ്. വാൽമീകിയുടെ ആശ്രമം എത്ര മനോഹരമാണെന്ന് നോക്കുക. നാനാമുനികുലസങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമവൃക്ഷലതാപരിശോഭിതം നിത്യകുസുമഫലദല സംയുതം യത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചേടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരേക്ഷണം ഇന്ദ്രാരിവൃന്ദാരകൈരഭവന്ദിതം ബാണതൂണീരധനുർധരം വിഷ്ടപത്രാണ നിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോപേതം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർനീടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുര മധുഫലമൂലങ്ങളൊക്കവേ നിവേദിച്ചു ഭോജനാർത്ഥം മുദാ. ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു
താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, വേദാന്തിനാം ഭവതാമറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. എല്ലാം അറിയുന്ന മുനിയോട്, വാൽമീകി മുനിയോട് രാമൻ ചോദിക്കുകയാണ്, ഈ കാട്ടിൽ ഞാൻ സീതയോടൊപ്പം എവിടെയാണ് കഴിയേണ്ടത് എന്ന്. വാൽമീകി മഹർഷി ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരമുണ്ട്, അതേറ്റവും ശ്രദ്ധേയമാണ്. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിച്ചവർ തന്മുടെ സാന്ത്വം നിനക്ക് സുഖവാസമന്ദിരം. അതിമനോഹരമായ കാര്യമാണ്. എവിടെയാണ് ഭഗവാന് താമസിക്കാൻ പറ്റുന്ന ഇടം? ഓരോ ഭക്തൻ്റെയും ഹൃദയം തന്നെ, അല്ലാതെ മറ്റെന്ത്. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിഷ്കളങ്കമായ ഹൃദയത്തിലല്ലാതെ മറ്റെവിടെയാണ് ഈശ്വരന് വസിക്കാൻ കഴിയുക? അല്ലയോ രാമ, നിഷ്കളങ്കരായ എല്ലാ മനുഷ്യരുടെയും ഹൃദയം അവിടുത്തേക്ക് വസിക്കാനുള്ള ഇടം തന്നെയാണ്. ഇതാണ് വാൽമീകി നൽകുന്ന ഉത്തരം. നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തൻ മനപ്പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. ഈ ഭാഗം വായിച്ചാൽ മാത്രം പോരാ, അത് ഉൾക്കൊള്ളണം. ഇങ്ങനെയുള്ള ആളുകളായി തീരുന്നവരുടെ ഹൃദയത്തിൽ മാത്രമേ ഈശ്വരൻ വസിക്കുന്നുള്ളൂ എന്നർത്ഥം. നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായൊരു മനസ്സൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടുമേ, ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല, സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം. ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ, ക്ഷുത്രഭയസുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കലാത്മാവിനില്ലേതും. ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. എല്ലാ മനോമാലിന്യങ്ങളെയും നീക്കി ശുദ്ധമായ മനസ്സോടുകൂടി നിരഹങ്കാരികളായിട്ട് ആരാണോ കഴിയുന്നത്, അത്തരം ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ എപ്പോഴും വസിക്കുന്നത് എന്നുള്ളതാണ് രാമായണം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. വാൽമീകി തൻ്റെ ജീവിതകഥ രാമനോട് പറയുകയാണ് ഇനി. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലല്ലോ, ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ
നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാരതൽപരനായൊരു ശൂദ്രധരിണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം. ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകതാ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ. മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജനേ ഘോരമഹാവനെ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറകുന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ. നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടും പോയി ചെന്നു മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നോ? സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവർ എന്നോടു ചൊല്ലിനാൻ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചോരോതരം. താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതബോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതൻ അന്തകരണവും. ത്യക്വാ ധനുഷരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചുകൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം. സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. സത്യഫലം വരും സജ്ജന സംഗമാദ്വിദ്വജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യ തപോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ. ദിവ്യജനത്താൽ ഉപേക്ഷ്യനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ. രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മ ബോധപ്രദാനേന. ഇത്തമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ
നിത്യം മരാമരത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരദം ഞങ്ങൾ ഇങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരും നീടുനീ. ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപതാകമിച്ചിടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരുമെഴുന്നള്ളിനാ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചീടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനേനാശു നാകൂതരാൽ. വൽമീകി മധ്യതോന്നിന്നു ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാരഭിധാനവും ചെയ്ത വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി. മുനികളും വന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭവം നിമിത്തമായി. രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ. രാമ അവിടുത്തെ നാമമാഹാത്മ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ചോരനായൊരു ഞാൻ ഒരു ഋഷിയായി മാറിയത്. പൂർണ്ണമായും പരിവർത്തനത്തിന് വിധേയമാക്കുന്നൊരു മന്ത്രമാണ് രാമമന്ത്രം. രാമ ഞാൻ ഈ അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ അതിന് രാമമന്ത്രം മാത്രമാണ് കാരണമെന്ന് വാൽമീകി മുനി രാമനോട് പറയാം. ചിത്രകൂടാചലഗംഗയോരന്തരാ ചിത്രമായോരുടജം തീർത്തു മാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെ ഇരിക്കെന്നരുൾ ചെയ്തു. മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവീടിനൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവരസേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. അങ്ങനെ ചിത്രകൂടാചലത്തിൽ വളരെ സന്തോഷത്തോടുകൂടി രാമലക്ഷ്മണന്മാർക്ക് പാർക്കാനുള്ള നിർദ്ദേശം മഹാമുനി നൽകുകയാണ്. ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് പാരായണം അവസാനിപ്പിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.